കേരള വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തതടക്കം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബോർഡിന്റെ ചുമതല വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ആയിരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി നീക്കിയ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അടക്കം നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അടക്കമുള്ളവർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഷോൺ ജോർജിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ പരിഗണിക്കുക. അതായത് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജികൾ എത്തിയത്. ഇതിൽ നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇടക്കാല ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് വഖഫ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് എടുക്കാൻ പാടില്ല, അതിൽ കോടതിയുടെ അനുമതി വേണമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനിടയിൽ സുപ്രീം കോടതി ഇന്നലെ ഈ ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയ നടപടി, ആ നിർദ്ദേശം ഒഴിവാക്കിയിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ മുന്നിൽ ഇന്ന് വീണ്ടും ഹർജി എത്തുന്നത്. ഇന്നലെ സുപ്രീം കോടതി ആ ഭാഗം നീക്കിയ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇരു വിഭാഗങ്ങളെയും കേട്ടുകൊണ്ട് ഹൈക്കോടതി ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിനനുസൃതമായിട്ട് ഇരുഭാഗങ്ങളുടെയും വാദം ഹൈക്കോടതി കേൾക്കുക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരമുള്ള രീതിയിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലേക്കും നടപടിയിലേക്കും തങ്ങൾ കടക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, അതായത് ഏത് വിധേയനായിട്ടാണ് ഇപ്പോൾ നടപടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുക. കാരണം 2025 ഭേദഗതി പ്രകാരം സ്വാഭാവികമായിട്ടും ഈ വഖഫ് ബോർഡ് രൂപീകരിക്കേണ്ടത് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഭേദഗതി നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഈ സെക്ഷൻ 14 പ്രകാരം അത്തരത്തിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉമീദ് പോർട്ടലിൽ മുനമ്പത്തെ 406 ഏക്കർ ഭൂമിയുടെ വിശദാംശങ്ങൾ അടക്കം വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിയമവിരുദ്ധത ഉണ്ട് എന്നുള്ള ആക്ഷേപവും ആരോപണവും ഹർജിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലടക്കം വിശദമായിട്ടുള്ള ഒരു വാദത്തിലേക്കായിരിക്കും ഇന്ന് ഹൈക്കോടതി കടക്കുക. വിനോദ്, കേരള വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് അടക്കം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.